യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പിശാചിനോടും അവൻ്റെ സകല സൈന്യത്തോടും നടത്തുന്ന യുദ്ധമായി ഇന്ന് രാത്രിത്തെ ആത്മീയ ശുശ്രൂഷ മാറണം. കൈ തൊടാത്ത ചില രോഗികൾ സൗഖ്യമാകുന്ന രാത്രിയായി രാത്രിയെ ദൈവാത്മാവ് തീർക്കണം. കടുങ്കെട്ട് വീണ ചില കുടുംബ ബന്ധനങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ അഴിച്ചു മാറ്റുന്ന രാത്രിയായിരിക്കണം. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസരയുടെ ശക്തിയേക്കാൾ ഈന്തലിൻ്റെ ചുവട്ടിലിരുന്ന് കരയുന്ന ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിൻ്റെ കുതിരക്കാലുകളെ മുറിച്ചു മാറ്റാൻ ദൈവത്തിൻ്റെ ദൂതവ്യൂഹങ്ങൾ എഴുന്നേറ്റത് യാഥാർത്ഥ്യമെങ്കിൽ ഇന്ന് രാത്രിയിൽ ചെറുവക്കൽ ന്യൂ ലൈഫ് കൺവെൻഷനിൽ ഇത്രയും ദൈവമക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാതാള ശക്തികൾക്ക് നേരെ, നരക കവാടങ്ങൾക്ക് നേരെ, പിശാചിന്റെ ഒടുങ്ങ പകയ്ക്ക് നേരെ ഇന്ന് രാത്രി ആത്മീയ യുദ്ധം നടക്കുന്ന രാത്രിയാകേണ്ടതിന് എൻ്റെ മുൻപിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ തേജസ്സിൻ്റെ പാദങ്ങൾ ഇതിന് നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ അധികാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിനെ പ്രകീർത്തിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ് കർത്താവിൻ്റെ ദാസന്റെ മകൾ ഇവിടെ പാടിയത്. അങ്ങനെയാണെങ്കിൽ അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയുന്നു, എൻ്റെ യേശുവിന് തുല്യം യേശു മാത്രം. തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി യേശുവിൻ്റെ സാന്നിധ്യം കാണട്ടെ. ഈ രാത്രി ഇടം വലം നോക്കാതെ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഏറെടുത്ത് നോക്കിയാൽ തേജസ് ഉടുത്തുകൊണ്ടവൻ ഇന്ന് രാത്രി ഇതിന് നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ആത്മാവിൻ്റെ വിറയ്ക്കുന്ന കരങ്ങൾ നീട്ടി അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്ന വ്യക്തികളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ കോശങ്ങൾ പോലും അറിയത്തക്ക വിധം ദൈവിക രോഗശാന്തിയും വിടുതലുകളും ഇന്ന് രാത്രി തന്നെ ജനത്തിന് നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾക്ക് അളന്നു കുറിക്കുവാൻ കഴിയാത്ത ഒരദൃശ്യ മണ്ഡലം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളെ ഇരുളിൻ്റെ ശക്തികൾ പിടിച്ചടക്കുന്നു. ശത്രുക്കൾ, പൈശാചിക വ്യാപാരങ്ങൾ എത്രയോ ഭവനത്തിൻ്റെ മേൽ അവൻ്റെ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ രാത്രി ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കടുങ്കെട്ട് വീണ കുടുംബ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയുന്ന രാത്രിയായിരിക്കണം. സ്തോത്രം. മരണം കൊതിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മരണക്കിടക്കകളെ മാറ്റി കുറിക്കത്തക്ക വിധം എൻ്റെ നാഥൻ്റെ കരം ചില ഭവനങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി തൊടുന്ന രാത്രിയാകുവാൻ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ അന്തർനിയോഗം ഞാൻ വിളിച്ചു പറയട്ടെ. മനുഷ്യൻ്റെ കരം തൊടാതെ തന്നെ ഈ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ കടുങ്കെട്ടുകളുടെ മേൽ എൻ്റെ യേശുവിൻ്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ കുടുംബങ്ങളാണ് നമ്മുടെ മുൻപിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പ്രാർത്ഥനാ സംഘത്തിന് വന്ന ഒരു കത്ത് ഓർക്കുന്നു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പാസ്റ്ററെ, വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവിന് സ്നേഹിപ്പാനും സ്നേഹം പങ്കുവെക്കുവാനും പ്രധാനമായി ഭാര്യ എന്ന നിലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോഴാണ് ആ ഹൃദയഭേദകമായ സംഭവങ്ങൾ ചിലത് ഞാൻ അറിയുന്നത്. പമ്പയാറിൻ്റെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ബഹുനില ബംഗ്ലാവിലെ പ്രതാപമുള്ള പശ്ചാത്തലം ആ സഹോദരി കണ്ടുമടുത്തു. അവൾ ആത്മഹത്യക്ക് തീരുമാനിച്ചു. അവൾ പറഞ്ഞ വാക്ക്, ആത്മഹത്യ ചെയ്യേണ്ട കടവ് കണ്ടുവച്ചു. രാത്രിയിൽ വന്ന് അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കട്ടിലിൽ ഉറക്കി കിടത്തിയിരിക്കുന്നു. രാത്രി 2 മണിക്ക് അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. 2 മണിക്ക് 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ആ പെൺകുഞ്ഞുങ്ങളുടെ 3 പേരുടെയും നിഷ്കളങ്കമായ മുഖത്ത് മാറി മാറി ചുംബനം കൊടുത്തു. സ്തോത്രം. അന്ത്യയാത്രയിൽ കതകിന്റെ ഭാഗത്ത് ചെന്ന് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. അവൾ അതിഭയങ്കര വേദനയോടെ
ഇതാ 6 നേരെ ഓടി. രാത്രി 2 മണി കഴിഞ്ഞ സമയം നേരെ ഓടിച്ചെന്ന് ആറ്റുകടവിൽ കണ്ടുവച്ച കല്ലിലോട്ട് കയറി നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന സമയം തന്റെ കുഞ്ഞെഴുന്നേറ്റിരുന്ന് കരയുന്നത് പോലെ നിയന്ത്രണം വിട്ടവൾ തിരിച്ചോടി. അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മുറിക്കകത്തോട്ട് ഓടിക്കയറുമ്പോ ഇളയ കുഞ്ഞെഴുന്നേറ്റിരുന്ന് രാത്രിയിൽ 2 വശത്തും തപ്പിക്കൊണ്ട് മമ്മീ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും വാരി പിടിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു, മക്കളെ, ഇനി ഈ അമ്മ ആത്മഹത്യ ചെയ്യില്ല കേട്ടോ. ഇവിടെ ഞാൻ കുടുംബജീവിതം അഭിനയിക്കും. പാസ്റ്ററെ, സഹിച്ചു മടുത്തു. ഇവിടെ ഞാൻ 20 വർഷമായി അഭിനയിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം യേശു എന്നെ തൊട്ടത് കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു. ഇന്ന് രാത്രി പറയട്ടെ, ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രായൻ, അവന്റെ കരം നീട്ടിയാൽ ഏത് ബന്ധനവും അഴിയും. ഇന്ന് രാത്രി ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ കാണണം, അവന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായി രാത്രി തീരണം. യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായി രാത്രി തീരണം. അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരുന്ന രാത്രിയാകട്ടെ. ഇടത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും വലത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും പുറകിലിരിക്കുന്നവർ ഉറങ്ങിത്തൂങ്ങിയിരുന്നാലും മുൻപിലിരിക്കുന്നവർ അശ്രദ്ധമായിരുന്നാലും ഞാൻ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ സ്പർശനം കൊതിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവപൈതലുണ്ടോ? ഞാൻ ആത്മമണ്ഡലത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തെ കർത്താവ് തൊടുന്ന രാത്രിയായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരം ഇവിടെ ചലിക്കാൻ തുടങ്ങുകയാണ്. ഈ വിശുദ്ധ തിരുവെഴുത്ത് ഒന്ന് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് ഒന്ന് മഹത്വമർപ്പിക്കാമോ? വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇതിന്റെ കേന്ദ്ര ബിന്ദു, ഇതിന്റെ ആധാരശില, ഇതിന്റെ കേന്ദ്ര രൂപം ഒരുപടി തത്വചിന്തകളല്ല, ഒരുപടി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളല്ല. ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം, നസറേയനായ യേശു ക്രിസ്തു. അക്കാലാതീതതയിൽ നിന്ന്, അപുരാതനകാല നിത്യതയിൽ നിന്ന്, അപൂർവകാല നിത്യതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരം വഴി ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപത്തിന്റെ കളങ്കങ്ങൾ തെല്ലുമേശാതെ പവിത്രതയിൽ പവിത്രത നിറഞ്ഞ പവിത്ര ജീവിതം ഈ മണ്ണിൽ നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ നമ്മുടെ പാപശാപങ്ങൾ മാറ്റാൻ കാൽവറിയിൽ ബലിയായി ഏൽപ്പിച്ചു കൊടുത്ത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കല്ലറയ്ക്കുള്ളിൽ സാമ്രാജ്യ ശക്തികൾ ആ കുഴിമാടത്തിന് കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറയിച്ച് 3-ാം നാൾ കടം വാങ്ങിയ കല്ലറ മടക്കിക്കൊടുത്ത് മനുകുലത്തിൽ നിന്ന് മരണത്തെ ജയിച്ചുയർത്ത് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്ന മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസമിന കൈകളിൽ ചെങ്കോൽ വഹിച്ചുകൊണ്ട് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ ഇറങ്ങി വരുന്ന നസറേയനായ യേശു, അവനൊപ്പം പറയാൻ ഒരുവനുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇന്ന് രാത്രിയിൽ തൊണ്ടക്കുഴിയിലെ ശ്വാസം തീരുന്നത് വരെ, ഇടനെഞ്ചിന്റെ ചലനം തീരുന്നത് വരെ അവനെ പ്രസംഗിച്ച് തിരുമാർവിൽ മറയട്ടെ എന്ന് ഞങ്ങൾ കൊതിക്കുന്നു. ഈ രാത്രി അവന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഈ രാത്രി യേശുവിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത് വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത് വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ.
ഞാനോ അവനെ അറിഞ്ഞില്ല. മതി, നമുക്കൊരു നിമിഷം തലകളെ വണക്കാം. നമ്മുടെ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളുടെയും നാവിൽ സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. എല്ലാവരും ഒരുമിച്ച് ഇന്ന് രാത്രിയെ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ കേവലം ഇവിടെ ഇരിക്കുന്നവരുടെ വിടുതലിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. ആ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സകല ദൈവമക്കളും ഈ മീഡിയയിലൂടെ നമ്മെ കാണുന്ന സകല പ്രിയപ്പെട്ടവരുടെയും വിടുതലിന് വേണ്ടി ആ കരങ്ങളൊന്ന് ഉയർത്തി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഏതാണ്ട് 760 കോടി ജനങ്ങൾ പാർക്കുന്ന ഈ ലോക ജനതയ്ക്ക് നടുവിൽ സുവിശേഷത്തിന്റെ ശബ്ദം ഈ മീഡിയ വഴി വ്യാപരിച്ച് ഏതാണ്ട് 300 കോടി ജനങ്ങൾ, ദൈവത്തിന് സ്തോത്രം, പാർക്കുന്ന മേഖലകൾ ഇന്റർനെറ്റിനാൽ കണക്റ്റഡ് ആണെങ്കിൽ അവിടെയെല്ലാം യേശുവാണ് ജീവിക്കുന്ന ദൈവമെന്ന് അറിയത്തക്ക വിധം നാടിനെ ബന്ധിക്കുന്ന ഇരുളിന്റെ ശക്തികളെ പിടിച്ചു മാറ്റി കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടേണ്ടതിന് ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ പറഞ്ഞയച്ചതിന് ശേഷം തേരിനോട് ചേർന്ന് നടക്കാൻ അന്തർനിയോഗം നൽകിയിട്ട് ദൈവത്തിന് സ്തോത്രം ഈ യാത്ര ചെയ്യുന്ന ഫിലിപ്പോസിനെയും ദൈവത്തിന് സ്തോത്രം തേരിലിരിക്കുന്ന ഷണ്ണനെയും തമ്മിൽ ബന്ധിപ്പിച്ച ആ നാഥന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥന കൊണ്ട് ബന്ധിക്കപ്പെട്ട ഹൃദയങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്കൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ് അവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ പറഞ്ഞയച്ച് കൈമാറിയതുപോലെ ഇന്ന് രാത്രി ഈ കരമുയർത്തി ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ സുവിശേഷത്താൽ ബന്ധിക്കപ്പെടുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ബലഹീനരും അയോഗ്യരും മൺകീടങ്ങളും ഏതുമില്ലാത്തവരുമായി കിടന്ന് ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ അപ്പമായ ഈ തിരുവഴുത്തിനെ അവിടുത്തെ മുറിവേറ്റ കരങ്ങളിലെടുത്ത് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് മുറിച്ച് വിളമ്പി തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കണമേ. പാതാള ശക്തികൾക്ക് നേരെ, നരക കവാടങ്ങൾക്ക് നേരെ, ഇരുട്ടിന്റെ ഒടുങ്ങ പകയ്ക്ക് നേരെ നിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ അയക്കണമേ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ തിരുവഴുത്ത് 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരുശലേം ദൈവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് പോലെയാണ്. നിലവിളക്ക് നിലത്ത് വയ്ക്കുന്നതിനാൽ നിലവിളക്കെന്നും തങ്കം കൊണ്ടുണ്ടാക്കിയതിനാൽ തങ്കവിളക്കെന്നും കവരങ്ങൾ ഉള്ളതിനാൽ കവരവിളക്കെന്നും അറിയപ്പെടുന്ന ഈ നിലവിളക്കിന് 6 ശാഖകൾ 2 വശത്തേക്കും നിലകൊള്ളുന്നു. നടുവിലൂടെ കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് തണ്ട്, ഒരു വശത്തോട്ട് 3 ശാഖ, മറുവശത്തോട്ട് 3 ശാഖ, നടുവിൽ ഉൾപ്പെടുന്ന വിളക്ക് തണ്ട് ഉൾപ്പെടെ 6 ശാഖ ഉൾപ്പെടെ 7 ശാഖകളുള്ള ഈ നിലവിളക്ക്. പഴയ നിയമത്തിലേക്ക് ഇതിന് 3 ഉൾപ്പിരിവുകളുണ്ട്. പുതിയ നിയമത്തിലേക്ക് ഇതിന് 3 ഉൾപ്പിരിവുകളുണ്ട്. ഇതിലെ പഴയ നിയമത്തിലെ ഉൾപ്പിരിവുകളാണ് ചരിത്രം, പ്രവചനം, ഉപദേശം, ഇവ 3. ഇതിൽ പുതിയ നിയമത്തിലെ ഉൾപ്പിരിവുകളാണ് ചരിത്രം, പ്രവചനം, ഉപദേശം 3. ഇതിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ. ഈ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും സാക്ഷാൽ ദൈവവചനമാകാൻ കാരണം ഇതിന് നടുവിൽ നിൽക്കുന്ന സാക്ഷാൽ വിളക്ക് തണ്ടായ ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് അരുളി ചെയ്ത നസ്രായൻ ഇതിന് നടുവിൽ കത്തി നിൽക്കുന്നത് കൊണ്ടാണ്. യേശുവില്ലായിരുന്നെങ്കിൽ ഈ വചനം കേവലം വചനമേയാകെയുള്ളായിരുന്നു. എന്നാൽ യേശുവിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ വചനം ദൈവവചനമായി നിലകൊള്ളുകയാണ്. ഇതിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ,
ആദ്യത്തെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവർത്തികളുടെ പുസ്തകം 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 പുസ്തകങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം ഏക പ്രവചന ഗ്രന്ഥമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിന് 3 അടരുകളുണ്ട്, 3 ഇതളുകളുണ്ട്, 3 ഉൾപ്പിരിവുകളുണ്ട്. 1 ചരിത്രം, 2 ഉപദേശം, 3 പ്രവചനം. ഇതിൽ ചില പ്രിയപ്പെട്ടവർ ചരിത്രത്തിലേക്ക് എഴുതാൻ പോയി. മത്തായി ചരിത്രം എഴുതി, മർക്കോസ് ചരിത്രം എഴുതി, ലൂക്കോസ് ചരിത്രം എഴുതി. ലൂക്കോസ് ചരിത്രം എഴുതിയപ്പോൾ പ്രവർത്തികളുടെ പുസ്തകവും ലൂക്കോസിന് സുവിശേഷവും എഴുതി. എന്നാൽ മത്തായി ചരിത്രം എഴുതിയെങ്കിലും അദ്ദേഹം ലേഖനത്തിൽ പോയില്ല, ഉപദേശത്തിൽ പോയില്ല, അദ്ദേഹം പ്രവചനത്തിൽ പോയില്ല. ലൂക്കോസ് ചരിത്രം എഴുതിയെങ്കിലും അദ്ദേഹം ഉപദേശത്തിൽ പോയില്ല, അദ്ദേഹം പ്രവചനത്തിൽ പോയില്ല. പത്രോസ് ഉപദേശം എഴുതിയെങ്കിലും അദ്ദേഹം ചരിത്രത്തിൽ പോയില്ല, അദ്ദേഹം പ്രവചനത്തിൽ പോയില്ല. ചിലർ ചരിത്രം എഴുതി, ചിലർ ഉപദേശം എഴുതി, ചിലർ പ്രവചനവും. അങ്ങനെ ഇരിക്കെ ഒരേ തൂലിക കൊണ്ടെന്നതുപോലെ ചരിത്രത്തിലേക്കും ഉപദേശത്തിലേക്കും പ്രവചനത്തിലേക്കും കടന്നു കയറി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒറ്റ എഴുത്തുകാരനെ പുതിയ നിയമത്തിനുള്ളൂ. അത് യേശുവിന്റെ മാറോട് ചാരിയ യോഹന്നാനാണ്. യോഹന്നാൻ ചരിത്രം എഴുതി, യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ ഉപദേശം എഴുതി, 1, 2, 3 യോഹന്നാൻ. യോഹന്നാൻ പ്രവചനം എഴുതി, വെളിപ്പാട് പുസ്തകം. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ചരിത്രത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നലെ ആര് എന്ന് വ്യക്തമാക്കി. ഉപദേശത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നാര് എന്ന് വ്യക്തമാക്കി. പ്രവചനത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു നാളെ ആര് എന്ന് വ്യക്തമാക്കി. ഇന്ന് രാത്രി അവനെ അറിയേണ്ടതുപോലെ അറിയാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഭാഗ്യശാലികളാ. അവൻ ഒരു മതസ്ഥാപകനെന്ന്, അവൻ ഒരു രാഷ്ട്രസ്ഥാപകനെന്ന്, അവൻ ഒരു തത്വചിന്തകനെന്ന്, അവൻ ഒരു ത്യാഗിയെന്ന്, അവൻ ഒരു യോഗിയെന്ന്, അവൻ ആശാരി കൊച്ചന്റെ തച്ചന്റെ കൊച്ചനെന്ന് ഒക്കെ വിളിച്ചു പറയുന്ന ഈ തലമുറയ്ക്ക് നടുവിൽ അവൻ മതസ്ഥാപകനല്ല, അവൻ രാഷ്ട്രസ്ഥാപകനല്ല, അവൻ തത്വചിന്തകനല്ല, അവൻ കേവലം ത്യാഗിയല്ല, അവൻ കേവലം യോഗിയല്ല, അവൻ സത്യാന്വേഷിയല്ല, അവൻ ആശാരി തച്ചന്റെ മകനായ കൊച്ചാശാരിയുമല്ല. ഈ പ്രപഞ്ചമാകുന്ന മഹാസൗധം പടുത്തുയർത്തിയ സാക്ഷാൽ പെരുന്തച്ചന്റെ ഏകജാതനെന്ന് വിളിച്ചു പറയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയുന്നു, അവൻ ആരെന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അവൻ ആരാ? അവൻ ഇന്നലെ ആര്, അവൻ ഇന്നാര്, അവൻ നാളെ ആര്? യോഹന്നാൻ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തു ആരെന്ന് ആ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ രണ്ടാമതൊരു ദൗത്യ നിർവഹണം ദൈവിക പദ്ധതിയിൽ ആ ജന്മത്തിന്റെ പുറകിലില്ല. യേശു ആരെന്ന് ആ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഈ ഭൂമിയിൽ ജന്മം കൊള്ളാൻ ദൈവം അനുവദിച്ച വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഉരുത്തിരിഞ്ഞൊരു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുമ്പോഴേ ദൈവത്തിന്റെ പദ്ധതി യേശു ആരെന്ന് ആ തലമുറയ്ക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാനാണ് അവനെ ഈ ഭൂമിയിലേക്ക് ദൈവം നിയോഗിച്ചയച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ എൻ്റെ ദൈവം ആത്മാവിനാൽ അവനെ അതിനായി അഭിഷേകം ചെയ്തു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ആരൊക്കെ നിനക്കെതിരെ കരമുയർത്തിയാലും, എന്തെല്ലാം തന്ത്രങ്ങൾ കരുതിക്കൂട്ടി മെനഞ്ഞാലും, തിരശീലയ്ക്ക് പുറകിൽ എന്തെല്ലാം തിരക്കഥ ഒരുക്കിയാലും, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനെ, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നീ പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ഒരു കരം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നിന്റെ ശോധനയുടെ പുറകിലും ആ കരം ഈ രാത്രി നിനക്ക് വേണ്ടി ചലിച്ചിരിക്കും. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലാണോ നീ എങ്കിൽ അടിവരയിട്ട് കുറിച്ചുകൊള്ളുക. ഒരു മരുഭൂമിക്ക് ശേഷം ഒരു കനാൻ ഉള്ളതുപോലെ, ഒരു മാറായിക്ക് ശേഷം ഒരു എലീം ഉള്ളതുപോലെ, ഒരു കുരിശിന് ശേഷം ഒരു കിരീടമുള്ളതുപോലെ, ഒരു പ്രസവ വേദനയ്ക്ക് ശേഷം ഒരു ജന്മമുള്ളതുപോലെ, ഒരു കയറ്റത്തിന് ശേഷം ഒരു ഇറക്കമുള്ളതുപോലെ നിന്റെ വിളിയുടെ പുറകിലെ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കാൻ സമയമെടുക്കുമ്പോൾ ആ കരം ചലിക്കും. അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. ഒറ്റ
ഉദ്ദേശത്തോടു കൂടെ. രണ്ടാമത് മറ്റൊരു ഉദ്ദേശമില്ല. യേശുവാരാണ് എന്നീ തലമുറയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇത് പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവിന്റെ പുനരാഗമനം പ്രസംഗിപ്പാൻ കൊതിയുണ്ടെങ്കിലും ഏറ്റവും ഉൾത്തുടിപ്പ് അനുഭവിക്കുന്ന രംഗം എൻ്റെ യേശുവാരാണ് എന്നൊന്ന് തലമുറയുടെ മധ്യത്തിൽ വരച്ചു കാട്ടുമ്പോഴാണ് ഉപ്പും ഉള്ളിയും ജീരകവും കപ്പലണ്ടിയും എന്ന് വേണ്ട ആകാശത്തിന്റെ കുടക്കീഴിൽ കിട്ടുന്ന സകല സാധനങ്ങളും ഒരുപോലെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ചില കടകളിൽ ഇറച്ചി കിട്ടും, ചില കടകളിൽ പച്ചക്കറി കിട്ടും, ചില കടകളിൽ മീൻ കിട്ടും. എന്നാൽ എല്ലാം കൂടെ ഒറ്റ കുടക്കീഴിൽ കിട്ടാൻ ഇവിടെ സംവിധാനമുണ്ടെങ്കിൽ, എല്ലാ പ്രശ്നത്തിനും ഏക പരിഹാരം കിട്ടുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായന്റെ സന്നിധിയാണ്. അവിടെ വന്നിട്ട് നീ കൈവീശി ഇറങ്ങേണ്ടി വരികയില്ല. വിഷയത്തെ തൊടാൻ അവന്റെ കരം ഈ രാത്രി ചലിക്കട്ടെ. യേശു ആര്? യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ വരികയാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിനെ കാണേണ്ടതുപോലെ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ, അവനെ അറിയേണ്ടതുപോലെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ സ്തോത്രത്തോടെ പറയും, ഇവൻ സാധാരണക്കാരനല്ല. ഇസ്രായേൽ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ആണ്ടോടാണ്ട് കൂടുമ്പോൾ ആണ്ടിലൊരിക്കൽ പാപപരിഹാരാർത്ഥം അറുക്കപ്പെടേണ്ട കുഞ്ഞാടിനെ ദേവാലയത്തിന്റെ മുൻപിൽ കെട്ടിയിടാറുണ്ട്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം യഹൂദന്റെ തങ്കക്കുട കെട്ടിടവും കനക കൊട്ടാരവുമായി അണിഞ്ഞൊരുങ്ങിയ ജെറുസലേം ദൈവാലയം എന്ന ആ മനോഹര ജൂയിഷ് ശില്പവിദ്യയുടെ ആ ദേവാലയത്തിന്റെ മുൻപിൽ ഒരു ആടിനെ കെട്ടിയിടുമ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ അന്നത്തെ പൗരോഹിത്യ സമൂഹം പറയും, ഇതാ ഇസ്രായേൽ എന്ന ജനതയുടെ പാപപരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാട്. എന്നാൽ സക്കറിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, വേണ്ട നിൽക്കുന്നു, ഇത് സാധാരണക്കാരനല്ല, ഇത് ഇസ്രായേൽ എന്ന ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടല്ല, ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിന്റെ ക്രൂശിലെ പാപ പരിഹാര ബലി യോഹന്നാൻ ആത്മാവിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി അനങ്ങാമ്പാറ നയത്തിൽ മൗനവ്രതം അനുഷ്ഠിച്ച് ചലിക്കാത്ത പ്രതിമ പോലെ ഇരുന്നേച്ച് പോകാതിരിക്കാൻ നിന്റെ അകം കത്തേണ്ട ഒരു ആശയമുണ്ട്. ഇത്ര വലിയ മഹത്വകരമായ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. ഈ രാത്രി പറയട്ടെ, പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ച് മതിച്ച് പുളച്ച് ഈ മണ്ണിൽ കഴിയുന്ന പലരും അടുത്ത മണിക്കൂറിൽ മരണവാറന്റിനാൽ നിത്യ നരകത്തിലേക്ക് പോകാൻ ചീട്ടെടുത്ത് കഴിയുമ്പോൾ ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാലും, എൻ്റെ ശ്വാസം അസ്തമിച്ചാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ മറ്റാരുമല്ല, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. അവനെ കാണേണ്ടതുപോലെ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കിന്ന് രാത്രി വായടച്ചിരിക്കാൻ പറ്റില്ല. ഏദന്റെ കവാടത്തിൽ ആദം ഹവ്വമാർക്ക് വസ്ത്രം കൊടുക്കേണ്ടതിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കൊണ്ട് അവർക്ക് പറയാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങളുടെ നഗ്നത മാറി. മോറിയായുടെ മുകൾ പരപ്പിൽ കത്തുന്ന യാഗപീഠത്തിൽ എരിഞ്ഞു തീരുന്ന കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട്, ഒരു ആടിനെ നോക്കിക്കൊണ്ട് ഇസഹാക്കിനൊരു പാട്ടുപാടാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പെസഹായും ചോരത്തളിയും ആചരിച്ചിറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനം പാട്ടുപാടി മുൻപോട്ട് നീങ്ങുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ ആദ്യജാതന്മാരുടെ നിലവിളിയുടെ ശബ്ദത്തിന് മുൻപിൽ ഒരു പാട്ടുപാടാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് സംഹാരദൂതന്റെ വാളിന്റെ വായ്ത്തറയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ കാൽവറിയിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ നോക്കി അവന്റെ വിലയേറിയ ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് ചെറുവക്കൽ കൺവെൻഷൻ ഒരു പാട്ട്
പാട്ടുപാടാനുണ്ട്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി. ആരാധനയ്ക്ക് യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ അവനെ ആരാധിപ്പാൻ യോഗ്യർ അവനെ ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ്. രണ്ടാമതൊന്ന് പറയാൻ നിന്റെ നാവ് ചലിച്ചില്ലെങ്കിലും യേശുവിന്റെ രക്തമെന്ന് പറയാൻ നിന്റെ അധരം ഇന്ന് രാത്രി ചലിക്കട്ടെ. ഒരു പാതാള ഗോപുരങ്ങൾക്കും ഒരു നരക കവാടങ്ങൾക്കും ഒരു പിശാചിന്റെ ബന്ധനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ദൈവ സ്വാതന്ത്ര്യമാണ് യേശുവിന്റെ രക്തം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ തിരിച്ചറിയുന്നതെങ്കിൽ ഈ രാത്രി വിളിച്ചു പറ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ താലന്തികൾക്കെതിരെ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട ദൈവകൃപയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന ഇരുളിന്റെ ശക്തികൾ മുട്ടുമടക്കുന്ന രാത്രിയായിരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ജയം പ്രഖ്യാപിച്ച് ദൈവജനം ഇന്ന് രാത്രി കുതിച്ചെഴുന്നേൽക്കുന്ന രാത്രിയാകണം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ ഈ ചെറുവക്കൽ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. വാ തുറന്ന് പറയാൻ കഴിയുന്ന ഒരു ആപ്തവാക്യം, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു വിദേശ രാജ്യത്തൊരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. 2ാം നിലയിലാണ് പ്രസംഗ രംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഞാൻ താഴത്തേക്ക് നോക്കുമ്പോൾ, ഗ്ലാസ് ഡോറിലൂടെ നോക്കുമ്പോൾ ഒരു വലിയ പറ്റം ആളുകൾ ഇതാ മുഴുവൻ ഗ്രൗണ്ടിൽ കൂടിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഒഴുകി കയറി വരികയാണ് ഗ്രൗണ്ടിലേക്ക്. പക്ഷേ ആരും അകത്ത് കയറുന്നില്ല. താഴത്തെ ഓഡിറ്റോറിയത്തിലേക്ക് അവർ കയറേണ്ടതാണ്, ആരും കയറുന്നില്ല. പ്രസംഗം കഴിഞ്ഞ് 9 മണിക്ക് മുൻപോട്ട് കടന്നു വന്നവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോ ആളുകൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, താഴെ കൂടി നിൽക്കുന്ന ഈ വലിയ ജനസമൂഹം അവർ സൈറ്റാൻ വർഷിപ്പുകാരാ. എന്താ ഇവർ ഇതിനകത്ത് കയറാഞ്ഞെന്നറിയാമോ? ബ്ലാക്ക് മാസ് ഉൾപ്പെടെ എല്ലാ പരിപാടികളും ഇതിനടിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനിടയിൽ ചെന്നൊന്ന് പരിശോധിച്ച് നോക്കിയതാ. എന്നിട്ട് പറഞ്ഞു, ഇവരുടെ ആളുകൾ പറയുകയാണ് തമ്മിൽ അവരുടെ ആചാര്യനാണ് ലീഡർഷിപ്പ് നൽകുന്നത്, പറയുകയാണ് അകത്ത് കയറാൻ സമയമായിട്ടില്ല. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തമെന്ന ശബ്ദം ആവർത്തിച്ച് മുകളിൽ കേൾക്കുന്നു. അത് കേൾക്കുന്ന ഇടത്തോളം നമ്മുടെ ആരാധ്യ പുരുഷനായി ലൂസിഫർ എത്തുകയില്ല. അതുകൊണ്ട് ആ ശബ്ദം നിലച്ചെങ്കിലേ നമ്മുടെ ആരാധ്യ പുരുഷൻ വരികയുള്ളൂ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി. യേശുവിന്റെ രക്തമെന്ന് വാ തുറന്ന് പറയാൻ ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ചതിന്റെ അധരം ചലിക്കണം. സകല പൈശാചിക പിടിച്ചടക്കലിനെയും തകർത്തുകൊണ്ട് ആ രക്തത്തിന്റെ വിടുതൽ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. 2ാമത്തെ പരിചയപ്പെടുത്തലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളിൽ വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ലൂക്കോസ് 3-ന്റെ 15, 16, 17 വാക്യം വായിച്ചാട്ടെ. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം അവന്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. കരമൊന്ന് വീശു ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഇന്ന് രാത്രി എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണുകളൊന്ന് ഉയർത്തി കാണണം. ഒന്ന്, യേശു ആര്? അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സോക്രട്ടീസിനേക്കാൾ, പ്ലേറ്റോയേക്കാൾ, അരിസ്റ്റോട്ടിലിനേക്കാൾ, തത്വചിന്തകന്മാരെക്കാൾ, യുഗപ്രഭാവന്മാരെക്കാൾ, സമുദായ പരിഷ്കർത്താക്കളെക്കാൾ, മതമീമാംസകന്മാരെക്കാൾ 760 കോടി ജനങ്ങൾ പാർക്കുന്ന ഈ ലോകത്തിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന ഏതു നാമത്തേക്കാൾ ഞങ്ങൾ ഇന്ന് രാത്രി ശിരസുന്നമിപ്പിച്ചു പറയുന്ന നസ്രായന്റെ പ്രത്യേകതകൾ. ഒന്ന്, അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പാപത്തിന്റെ കടച്ചിട്ട് കീറാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രം. 2, അവൻ ആര്? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് രാത്രി യേശുവിനെ അറിയേണ്ട പോലെ അറിയാൻ ഭാഗ്യം ലഭിച്ചാൽ
ദൈവമക്കളെ, കണ്ണടച്ച് വാപൂട്ടിയിരിക്കുകയില്ല. അവൻ സാധാരണക്കാരനല്ല കേട്ടോ, അവൻ സാധാരണക്കാരനല്ല. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യഹൂദ മത നേതാക്കന്മാരെ, യഹൂദ ശാസ്ത്രി പുങ്കുവന്മാരെ, നിങ്ങളുടെ മുൻപിൽ ഞാൻ പറയാം, നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഈ നസറയനില്ലേ, ഈ ആശാരിക്കൊച്ചനില്ലേ, ഈ മറിയയ്ക്ക് പിറന്ന അഭിസാരിക സന്തതി എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന ഈ നിൽക്കുന്ന വ്യക്തിയില്ലേ, ഇവൻ സാധാരണക്കാരനല്ല. ഇവന്റെ കാലയിലെ ചെരുപ്പിന്റെ വാറഴിപ്പാനുള്ള യോഗ്യത എനിക്കില്ല കേട്ടോ. ഒരു വീട്ടിലെ അടിമ ഉടമകൾ നിലകൊള്ളുമ്പോൾ അടിമ മുൻപിലേക്ക് വന്ന് ഉടമയുടെ കാലിന്റെ പിൻപിൽ മുട്ടുകുത്തി നിന്ന് ആ അടിമയുടെ കാലിൽ ചെരുപ്പിട്ട് മുറുക്കി കൊടുക്കുകയും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഉടമയുടെ കാലിലേക്ക് അടിമ ചെരുപ്പ് ഊരാൻ മുട്ടുകുത്തി നിന്ന് അത് അഴിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു അടിമ ഡ്യൂട്ടിയാണ്, ഒരു അടിമയുടെ ജോലിയാണ് കാലയിലെ യജമാനന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റേണ്ടതെങ്കിൽ, കെട്ടി മുറുക്കേണ്ടതെങ്കിൽ ഈ നിൽക്കുന്ന നസ്രായന് അടിമ ജോലി ചെയ്യാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്ര വലിയവനാണ് ഇവൻ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും യേശുവിനെ ഇന്ന് രാത്രി ആരാധിക്കാൻ നിന്റെ നാവുകളൊന്ന് ചലിക്കുമോ? ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരി കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും, തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ ഏകജാതനായി മടിയിൽ പ്രബോധിച്ചിരുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ ഈ രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അവനെ കുറിച്ച് ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. തിരിച്ചു വിളിച്ചു പറയണം, യേശുവിന് തുല്യം ചരിത്രത്തിൽ ആരെയും കണ്ടിട്ടില്ല. ഹബ്ദൽ ഘടകന ദിഗജകൾ ഘടകന ഉദരാദിഗജകൾ ഘടകന ഉദരാദിഗനയാരകനക. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ നാവ് തുറന്ന് യേശു എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ അവിടെ ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ചിലത്. നിന്റെ കുടുംബത്തിന് നേരെ പണം ഉയർത്തി നിൽക്കുന്നു, നിന്റെ വാഗ്ദത്വത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചിലത് ഇന്ന് രാത്രിയും വാദിച്ചു നിൽക്കുന്നു. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുമ്പോൾ യേശുവിന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. വസ്ത്രത്തെക്കാൾ അടുക്കൽ ചില പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്മേൽ യേശുവിന്റെ കരം തൊടുന്ന രാത്രിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ മഹത്വം കണ്ടിട്ട് വിളിച്ചു പറയണം, ദൈവത്തിന് സ്തോത്രം, അവൻ സാധാരണക്കാരനല്ല. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഞാൻ ഈ രാത്രി ആത്മനിയോഗത്തോടെ പറയട്ടെ, ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ അവർക്ക് ഏകാഗ്രത വിട്ടുപോയാൽ അവർ കടലാസ് ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. സ്തോത്രം. ഇച്ചിരൂടെ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ മൊബൈലിൽ പലതും നോക്കിക്കൊണ്ടിരിക്കും. ഇച്ചിരൂടെ പ്രായമുള്ളവരാണെങ്കിൽ ശ്രദ്ധ വിട്ടാൽ അവർ കുനിഞ്ഞിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നത് കടലാസ് ചുരുട്ടി എറിയാനല്ല. യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നള്ളിയിരിക്കുന്നത് മൊബൈലിൽ കളിക്കാനല്ല. ഇന്ന് രാത്രി എന്റെ നാഥൻ ഇതിനകത്ത് വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാനല്ല. ഈ രാത്രി യേശു ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായെങ്കിൽ അവൻ ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ അവിടുത്തെ കരം ഇവിടെ നീട്ടുന്നുണ്ട്. തിരിച്ചറിയുക, യേശു ആര്? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഈ ഭൂമി വലിയ ഭൂമിയാണ്. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിഞ്ഞത്തോട് പോലെയുള്ള ഈ ഭൂമി, ഇത് വലിയ ഭൂമിയാണ്. എന്നാൽ 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 1.5 കോടി ഡിഗ്രി സെൽഷ്യസിൽ അകക്കാമ്പ് കത്തിച്ചൊലിക്കുന്ന ഈ ഹീലിയം കത്തുന്ന വലിയ ആണവ നിലയമെന്ന സൂര്യന്റെ വലിപ്പവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഭൂമി ഒന്നുമില്ല. ഇതുപോലെ ഏതാണ്ട് 13 ലക്ഷം ഭൂമിമാരെ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം സൂര്യനുണ്ടെന്നാ കണക്ക്. അപ്പൊ അമ്പോ സൂര്യൻ വലിയ സൂര്യനാ. എന്നാൽ ഇവിടെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു സൂര്യനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത്, സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള മുഴുവൻ ഗ്രഹങ്ങളെയും അതിന്റെ താരാപഥങ്ങളോടെ
ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പമുള്ള സൂര്യന്മാരാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ മിന്നുക മിന്നുക ചെറുതാരകമേ എന്ന് കുട്ടികൾ പാടുന്ന ആ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. ഇക്കാണുന്ന ഗാലക്സികളെയും നെബുലകളെയും കോടി കോടി നക്ഷത്രങ്ങളെയും അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യാ നീ കഥയെന്തറിഞ്ഞു എന്ന് കവി പാടുന്നത് പോലെ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു വരുത്തിയ ഏകജാത പിതാവായ ദൈവത്തിന്റെ ഏകജാതൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറയനെങ്കിൽ അവനെ കാണുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. അവൻ അഴിച്ചെടുക്കാൻ കഴിയാത്തൊരു ബന്ധനമില്ല, അവന് മാറ്റാൻ കഴിയാത്തൊരു പ്രതിസന്ധിയില്ല. ഈ രാത്രി യേശുവാര് അവൻ സാധാരണക്കാരനല്ല. തിരിച്ചറിയണേ. സ്തോത്രം. എന്താണ് അവൻ ചെയ്യാൻ തുടങ്ങുന്ന ഡ്യൂട്ടി? പറയുന്നത് ഇങ്ങനെയാണ്: വീശുമുറം അവന്റെ കൈകളിലുണ്ട്. വീശുമുറം അവന്റെ കൈകളിലുണ്ട്. പ്രതിരൂപാത്മക പദപ്രയോഗത്തിൽ ചിത്രീകരണ ശൈലിയിൽ അവതരിപ്പിക്കുകയാണ്. വീശുമുറം അവന്റെ കൈകളിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, പാതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇവൻ സാധാരണക്കാരനല്ല കേട്ടോ. വയലിലേക്ക് നിങ്ങൾ കണ്ണുയർത്തി നോക്ക്. വയലിൽ നിൽക്കുന്ന മണികളെ കണ്ടോ? മണിയും പതിരും ഒരുപോലെയാ കതിരിൽ നിൽക്കുന്നത്. കതിരിന്റെ ഷേപ്പും മണിയുടെ നിൽപ്പും പതിരിന്റെ തലക്കരവും ഒക്കെ കണ്ടാൽ അമ്പടാ ഞാനേ എന്ന ഭാവത്തിലാ ഈ പതിരിപ്പം കതിരിൽ നിൽക്കുന്നത്. സ്തോത്രം. പതിരിട്ടിരിക്കുന്ന ഡ്രസ് തന്നെയാ മണിയും ഇട്ടിരിക്കുന്നത്. പതിരിട്ടിരിക്കുന്ന ജൂബ തന്നെയാ മണിയുടെയും ജൂബ. പതിരിട്ടിരിക്കുന്ന കസേരയുടെ അടുത്ത മണിയും കസേര ഇട്ടിരിക്കുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് ഒരു സ്ഥലജലഭ്രാന്തിയുണ്ട്. കാര്യം അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയുണ്ട്. സത്യമേതാന്ന് സാധാരണക്കാരൻ അറിയില്ല. മണി ഏതാ പതിരേതാന്ന് അറിയാൻ വയ്യാത്ത ഒരു വല്ലാത്ത വ്യത്യാസം. ഇത് അധിക നാള് തുടരില്ല കേട്ടോ. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഇത് അധിക നാള് തുടരില്ല. കയ്യിൽ വീശുമുറവുമായി ഒരുത്തൻ വരുന്നുണ്ട്. ഈ വയലിൽ പല കളികളും നടക്കും, ഇതിനകത്ത് പലതും നടക്കും. പരമാർത്ഥികളായ മണികളെ പതിരെന്ന് തെറ്റിദ്ധരിക്കും, പതിരിനെ മണിയെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ അങ്ങ് ദൂരെ ഒരു തീപ്പൊയ്ക കത്തുന്നുണ്ട്. അത് പതിരിന് വേണ്ട സ്ഥലമാ. അപ്പുറത്തൊരു കളപ്പുരയുണ്ട്, അത് മണികൾക്ക് വേണ്ട സ്ഥലമാ. പതിരേതാ മണി ഏതാ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പതിരിനെ തീപ്പൊയ്കയിലേക്കും മണിയെ കളപ്പുരയിലേക്കും ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിവുള്ള ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ഇന്നത്തെ സകല ആൾമാറാട്ടത്തിന്റെ മുഖം മൂടികളും പറിച്ചു കീറി നീതിയോടെ വിധിക്കുന്നവനായി യേശു ഇറങ്ങി വരും. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരും. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്. ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്. ഇവിടെ വിധി വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധി വിസ്താരമുണ്ട്. ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ട്. ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ അവിടെ പ്രതിക്കൂടുണ്ട്. ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്. ഇവിടെ തൊണ്ടി സാധനമുണ്ടെങ്കിൽ അവിടെ തൊണ്ടി സാധനമുണ്ട്. ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ അവിടെ വിസ്താരമുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഇല്ല. കയ്യിൽ കിട്ടുന്ന കള്ളത്തരങ്ങൾ, നിയമത്തിന്റെ വെള്ളം ചേർത്ത് തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും നടക്കുന്ന ആർക്കു വേണ്ടിയും കാശ് വാങ്ങിച്ച് വാദിക്കാൻ ഇവിടെ അഡ്വക്കേറ്റന്മാരെ കിട്ടും. എന്നാൽ സ്വർഗത്തിന്റെ ജുഡീഷ്യറിക്ക് മുൻപിൽ നീയും ഞാനും നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി വാദിക്കാൻ ഒറ്റ അഡ്വക്കേറ്റിനെ അവിടെ കിട്ടില്ല. അന്തർഗതങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന പരമരഹസ്യങ്ങളെ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് വായിച്ചറിഞ്ഞ് പ്രതി മുൻപിൽ വരുമ്പോ തന്നെ അകത്തിരിപ്പെടുക്കുന്ന ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ് ആ വ്യക്തിയായി വരുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടുത്തെ കോടതികളിൽ സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ പിന്നെ ഗതികേടാ കേട്ടോ. എന്നാൽ ഒടുവിൽ മരണത്തിന് തൊട്ട് മുമ്പ്, തൂക്കിലിടുന്നതിന് തൊട്ട് മുമ്പ് പ്രതി കിടക്കുന്ന മുറി കാണാൻ പോലീസുകാരൻ കയറി ചെന്നപ്പോ പിറ്റേ രാവിലെ തൂക്കിക്കൊല്ലേണ്ട പ്രതി സെല്ലിൽ ചത്തു കിടന്നാൽ എങ്ങനെയിരിക്കും ഇവിടുത്തെ വിധിയുടെ സ്വഭാവം? നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. അതോടെ ഇവിടുത്തെ വിധി നിയമപരമായ അസാധുവാകും.
എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഏതൊക്കെ മനുഷ്യകുലത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രതികൾ മരിച്ചാലും, കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചത്താലും, കെട്ടിത്തൂങ്ങി ചത്താലും, ചത്ത് കിടക്കുന്നവനെ വിധി അസാധുവാക്കാതെ അവനെ സെമിത്തേരിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കയ്യിൽ വീശുമുറവുമായി വരുന്ന ഇവനാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, എന്റെ നാഥൻ സാധാരണക്കാരനല്ല, അവൻ കണക്ക് ചോദിക്കാൻ വരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയായിരിക്കണം. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലെ ചെവി തുറന്ന് കേട്ടോണേ. തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയുമായി അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള പകയും വൈരാഗ്യവും വെച്ചുകൊണ്ട് കരുക്കൾ നീക്കുന്ന പലരും തൽക്കാലം ഇവിടെ വിജയിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം വെളിപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ ആരെ കൊണ്ട് കഴിയുകയില്ലെന്നും ശ്വാസം അവസാനിക്കുന്നതിന് മുൻപ് കണക്ക് തീർക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, സാധാരണക്കാരനല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. സ്തോത്രം. 10 മുഴം ഉയരം മതി സാധാരണ തൂക്കിക്കൊല്ലാൻ, 10 മുഴം ഉയരം. എന്നാൽ ഹാമാൻ ഒരുക്കിയത് 10 അല്ല, 20 അല്ല, 30 അല്ല, 40 അല്ല, 50 അല്ല. അത്ര പൊക്കത്തിലാണ് ശൂശൻ രാജധാനിയുടെ പരിസരത്തിൽ ഹാമാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുൻപിൽ ഈ കഴുകുമരം പൊങ്ങി നിൽക്കുന്നത്. എന്തിനാണ് ഹാമാനെ വാച്ചർ മോർദെഖായിക്ക് ഇത്ര പൊക്കത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഒറ്റ പറച്ചിലേ ഉള്ളൂ, എടാ ഇവൻ തൂങ്ങിയാടുന്നത് 4 പേരൊന്ന് ശരിക്ക് കാണണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണേ, നീ തൂങ്ങിക്കിടക്കുന്നത് 4 പേര് കാണണമെന്ന പ്ലാനോടുകൂടെ കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് പ്ലാൻ ചെയ്തു വെച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കരം ഈ വീശുമുറമുള്ളവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവൻ ഒരുക്കിയ കഴുകുമരം അവൻ്റെ കഴുത്തിലോട്ട് തന്നെ തിരിച്ചു തിരിഞ്ഞുകൊണ്ട് നിന്നെ തൂക്കണ്ടടത്തൂടെ നിന്നെ മാനിക്കുന്ന രാജരഥം ഉരുണ്ടു നീങ്ങത്തക്ക വിധം ചരിത്രത്തെ തിരിക്കാൻ കഴിവുള്ള ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ഞാൻ സേവിക്കുന്നത് സാധാരണക്കാരനെയല്ല, അവൻ വീശുമുറ കൈകളിലുള്ള ജഡ്ജിയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ഒന്നാമത്തെ പരിചയപ്പെടുത്തൽ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രണ്ടാമത്തെ പരിചയപ്പെടുത്തൽ ഇതാ കതിരിലെ പതിരും മണിയും തിരിച്ചിട്ട് പതിരിനെ തീപ്പൊയ്കയിലേക്കും മണിയെ കളപ്പുരയിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള ഏക ജഡ്ജി. ഇന്ന് രാത്രി യേശുവിനെ കാണേണ്ടതുപോലൊന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചാൽ കൈകെട്ടി ഇരിക്കില്ല കേട്ടോ. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, എൻ്റെ യേശു സാധാരണക്കാരനല്ല, അവൻ ഒരു ദൗത്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ഞാൻ നിന്നെ സ്നാനപ്പെടുത്താൻ, നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മീഡിയം വെള്ളമാണ്. എന്നാൽ ഇവൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ വന്നതാ. ഇവന്റെ സ്നാനം ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനമേൽപ്പിക്കും. പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിനുള്ളിൽ നിന്നെ മുക്കി സ്നാനമേൽപ്പിക്കാൻ കഴിവുള്ള ഒരുവനാണ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നതെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പണമുള്ളൊരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ 9 മണിക്ക് യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആത്മാവാകുന്ന ആ വലിയ ജലത്തിലേക്ക്, ആത്മാവാകുന്ന ആ തീക്കുള്ളിലേക്ക് നിന്നെ മുക്കി സ്നാനമേൽപ്പിക്കാൻ കഴിവുള്ളവനാ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം, ഇതെന്റെ സാധാരണ രാത്രിയല്ല, ഇതിന്ന് രാത്രിയിൽ ആത്മമണ്ഡലം എനിക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണ്. ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം, നിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് ഇടിച്ചു കയറത്തക്ക വിധം ദൈവശക്തി ഇന്ന് രാത്രി നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ മാത്രമല്ല, ഏറ്റവും പിൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിലൂടെ ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ചില കണ്ണുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇവിടെ തുറക്കാൻ തുടങ്ങുന്നു. ചില ചെവികളിൽ ഇന്ന് രാത്രി ദൈവശബ്ദം മുഴങ്ങാൻ തുടങ്ങുന്നു. അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ബന്ധനങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ തുടങ്ങുന്നു. അഭിഷേകത്തിന്റെ ചൈതന്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, യേശു ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി ചില വ്യക്തികളെ സ്നാനമേൽപ്പിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനമേൽപ്പിക്കുന്നവൻ.
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി അനുഭവിച്ചറിഞ്ഞ് ദൈവമക്കളുടെ പറയട്ടെ, ഇത് സാധാരണ ആത്മവ്യാപാരമല്ല, ഇത് വിശേഷ അടയാളത്തോടെ പ്രാപിക്കുന്ന ആത്മസ്നാനമാണ്. അത് പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കളാണ് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബ്രദറൻ പശ്ചാത്തലത്തിലെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ, സ്തോത്രം, പുത്തൻകാവിൽ ആരാധനയുടെ നടുവിൽ അവിടുത്തെ പാട്ടും ചലനങ്ങളും ഒക്കെ ഉൾക്കൊണ്ടെങ്കിലും അതിനേക്കാൾ വിശിഷ്ടമായ അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തിരുവനന്തപുരത്ത് സി മനശെ എന്നൊരു ദൈവവൃത്യന്റെ വീട്ടിൽ പോയി കെ.ഇ. എബ്രഹാം എന്ന സാറപ്പച്ചൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കെ.ഇ. എബ്രഹാമിന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അന്നൊരു ഞായറാഴ്ച ആ ദൈവദാസൻ സി മനശെ എഴുന്നേറ്റു വന്ന് തന്റെ കൈ കെ.ഇ. എബ്രഹാം അവറുകളുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ സാർ അവറുകൾ ഇങ്ങനെ എഴുതി, എന്റെ ഉദരം നിറയുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കൈകൾ ചലിക്കാൻ തുടങ്ങി, എന്റെ മുഖത്തെ മാംസപേശികൾ ചലിക്കുന്നത് എനിക്ക് മനസ്സിലായി, എന്റെ നാവ് അറിയാതെ കുതിച്ചുയരുകയായി. ഇത് ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ജലം ഉറത്തോട്ട് ഒഴുകിയതുപോലെ എന്റെ ഉള്ളിൽ നിന്ന് ആത്മാവാകുന്ന ജീവജല നദി ഇതാ പുറത്തോട്ടൊന്ന് ഒഴുകാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ ആനന്ദിച്ചു തുടങ്ങി. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇവിടെ ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കളായി ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. പുത്തൻകാവിലെ പഴയ പ്രാർത്ഥനാ സംഘത്തിനിടയിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാ, പക്ഷെ ഈ പിത്തലാട്ടം ഞങ്ങൾക്ക് വേണ്ട. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ രാത്രി ഓർക്കുക, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ശരിയായ ആത്മവ്യാപാരമാണെങ്കിൽ അത് തെളിയിക്കാൻ ദൈവം അവസരം ഒരുക്കുന്ന ദൈവമാണ്. അടിവരയിട്ട് കേട്ടുകൊള്ളുക, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നിന്റെ കണ്ണടയാൻ അനുവദിക്കാത്ത ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നു. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടി നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ നിന്റെ കണ്ണടയാൻ അനുവദിക്കാത്ത ആ കരം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കൊക്കെ അറിയാം, കേവലം വേദശാസ്ത്രമായിരുന്നില്ല. റാഹേലമ്മ എന്ന ആ സഹോദരിയെ കരിമൂർഖൻ കടിച്ചപ്പോൾ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ നിന്ന സാറവറുകളുടെ മേൽ ദൈവാത്മാവിന്റെ വ്യാപാരമുണ്ടായി. കരിമൂർഖൻ കടിച്ച കയ്യിലെ കൊത്തിയ പാടെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ കൂകിപ്പറഞ്ഞു, സാറേ വല്ല ഭൂതവുമായിരുന്നെങ്കിൽ പോയേനേം, ഇത് കരിമൂർഖനാ. സാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും അവളിലേക്ക് ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്ന പോലെ ദൈവശക്തി വ്യാപരിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. സാർ അവറുകൾ ഇങ്ങനെ കുറിച്ചു, എന്റെ നാവിൽ ഉയരുന്ന അന്യഭാഷ കൊണ്ട് റാഹേലമ്മയുടെ രക്തധമനികളിൽ ഓടുന്ന കരിമൂർഖന്റെ വിഷത്തെ എന്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, നിന്റെ നാവിൽ വ്യാപരിക്കുന്ന ആത്മവ്യാപാരം കൊണ്ട് ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിക്കാനുള്ള അഭിഷേകം ഇന്ന് രാത്രി ഇതിൽ വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയുന്നു, ഇത് സങ്കല്പമല്ല, ഈ ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി 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 ഹല്ലേലൂയ. ഈ രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണേ, ഇന്ന് രാത്രി ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങട്ടെ. ഞാൻ രാത്രി പറയട്ടെ, ഈ തീ പിതാവായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട രംഗങ്ങളിൽ, പുത്രനായ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ട രംഗങ്ങളിൽ, പുത്രനായ ക്രിസ്തുവിന്റെ മഹത്വം മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ മഹത്വം വെളിപ്പെട്ട രംഗങ്ങളിൽ ഈ ആത്മവ്യാപാരത്തിന്റെ സ്പർശനം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവൻ അനുഭവിച്ചറിയത്തക്ക വിധം ഇതാ ഒരു തീയുടെ സ്പർശനം നീ തിരിച്ചറിയുന്ന രാത്രിയായി മാറട്ടെ. എന്റെ ദൈവത്തിന്റെ കരം ചിലതിനെ തൊടാൻ തുടങ്ങുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ തുറന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില വിഷയങ്ങൾ കാണാൻ ഈ പന്തലിന്റെ കീഴിൽ ചില വ്യക്തികളെ ദൈവാത്മാവ് ഒരുക്കുകയാണ്. കത്തിച്ചൊലിക്കുന്ന മുൾപ്പറപ്പിനടുക്കലേക്ക് മോശ അടുത്ത് ചെല്ലുകയാണ്. ഒരു മുൾപ്പറപ്പ് അങ്ങനെ നിന്ന് കത്തുകയാണ്. ഒരു മുൾപ്പറപ്പ് നിന്ന് കത്തുകയാണ്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ഈജിപ്ഷ്യൻ മന്ത്രവാദിയുടെ ബന്ധനത്തിനും ഒരു ഈജിപ്ഷ്യൻ മന്ത്രവാദിയുടെ വടിക്കും
ബന്ധിക്കാൻ കഴിയാത്ത ദൈവശക്തിയാണ് നിന്നെ ഇന്ന് രാത്രിയിൽ മൂടിയിരിക്കുന്നതെങ്കിൽ, ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും ഇരിക്കുന്നത് നിലത്താണെങ്കിലും, നിന്റെ ശരീരത്തിന്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഈ ആത്മവ്യാപാരത്തിന്റെ ഒഴുക്ക് അനുഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ആ തീക്കകത്തുനിന്ന് മുഴങ്ങുന്ന ശബ്ദം ഇങ്ങോട്ട് അടുക്കരുത്. നീ നിൽക്കുന്ന വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിന് ചെരുപ്പഴിച്ചു കളയുക. എന്റെ ദൈവം വെളിപ്പെട്ടത് മെഴുകുതിരിക്കാലിന്റെ പുറകിലല്ല, എന്റെ ദൈവം വെളിപ്പെട്ടത് സാക്ഷാൽ തീയായിട്ടാണ്. 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹർമോൻ, അതെ, വലിയ പർവ്വതമായ പർവ്വതത്തിന്റെ മുകളിൽ, ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ, ആ സീനായി കൊടുമുടിക്ക് മുകളിൽ എൻ്റെ ദൈവം ഇടപെട്ട രംഗം തിരിച്ചറിയാവുന്ന ദൈവമക്കളാണ്. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ മഹാദൈവം കൊടുമുടിയുടെ മുകളിൽ ഇറങ്ങിയപ്പോൾ ആ കൊടുമുടി നിന്ന് വിറയ്ക്കുകയാ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പൈശാചിക മണ്ഡലത്തിൽ ബന്ധിക്കാൻ കഴിയാത്ത, നിന്റെ കണ്ണുകൾക്ക് ലിറ്ററലായി കാണത്തക്ക വിധം എൻ്റെ ദൈവത്തിന്റെ തീയുടെ വ്യാപാരം അതിനെ മീതെ ഇറങ്ങിയാൽ വ്യക്തികൾക്ക് അടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. ഒരു പർവ്വതത്തിന് മുകളിൽ തീ നിന്ന് കത്തുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളറകളെ ബന്ധിച്ചും മനസ്സിനെ നിരാശപ്പെടുത്തിയും കയറാണ് ലക്ഷ്യമെന്ന് കരുതി നിരാശയാൽ ബന്ധിച്ചിരിക്കുന്ന ചില രോഗബന്ധനങ്ങളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. കുറിപ്പെടുത്തി എഴുതി വെച്ചിട്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത ചിലതിന്മേൽ എൻ്റെ ദൈവത്തിന്റെ കരം തൊടുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. കുടുംബ തകർച്ചയുടെ നീരാളി പിടുത്തത്തിലേക്ക് സാത്താന്യ മണ്ഡലങ്ങൾ വലിച്ചിഴയ്ക്കുന്ന ചില കുടുംബ ബന്ധനങ്ങളുടെ കടുങ്കട്ടുകളെ ഈ ദൂത് ഇന്ന് രാത്രി പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കരം അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിന് രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുന്ന രാത്രിയാകണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എൻ്റെ കൂടപ്പറപ്പേ, നിന്റെ മനോമണ്ഡലത്തെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരം നിന്റെ കുടുംബജീവിതത്തെ സുഗമമായി മുൻപോട്ട് നയിക്കാൻ അനുവദിക്കാതെ സംശയ രോഗം നിന്റെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഈ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ആ സംശയ രോഗത്തിന്റെ ബന്ധനത്തെ യേശുവിന്റെ കരം അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. വയസ്സ് 65 സ്വന്തം ഭാര്യയുടെ ജീവിതത്തെ സംശയിച്ചുകൊണ്ട് CC ക്യാമറ ഫിറ്റ് ചെയ്യുന്ന നിന്റെ ഹൃദയത്തിന്റെ കഠിനത എത്ര വലുതാ! സ്വന്തം ഭർത്താവ് ഇറങ്ങുന്ന ഓഫീസിന്റെ വാതിക്കൽ അയാൾ വല്ല സ്ത്രീകളോടൊപ്പം കറങ്ങാൻ പോകുന്നോന്നറിയാൻ 3:30-4 മണിയാകുമ്പോൾ ഭാര്യ വെയിറ്റിംഗ് ഷെഡിൽ വന്നു നിൽക്കുന്ന ഒരു കുടുംബം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇങ്ങനെ തകരുന്ന കുടുംബത്തിന്റെ ബന്ധനം അഴിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എന്നാൽ യേശുവിന്റെ കരം ഇന്ന് രാത്രി അഴിക്കാൻ തയ്യാറായാൽ അതിൽ കത്തി അമരാത്ത ബന്ധനങ്ങളില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ ശ്രദ്ധിക്കണേ. പിതാവായ ദൈവം മുഴുമഹത്വത്തോടെ ഇറങ്ങിയപ്പോൾ അവൻ തീയായി ഇറങ്ങി. ഇനി യേശു ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? യേശു ഇറങ്ങിയാലും തീയായി ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. പത്മോസിലേക്ക് നിങ്ങൾ കണ്ണൊന്ന് ഉയർത്തി നോക്ക്. സൂര്യനെ കവിയുന്ന ദിവ്യ പ്രകാശത്തിൽ കത്തിച്ചൊലിക്കുന്ന മുഖഭാവത്തോടെ, ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ പാദയുഗ്മങ്ങളോടെ, വലങ്കൈ 7 നക്ഷത്രം പിടിച്ച് ഇടങ്കൈ മരണപാതാളങ്ങളുടെ താക്കോൽ വഹിച്ച് നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിൽ അവൻ ഉലാവാൻ ഇറങ്ങിയപ്പോൾ അവൻ സാധാരണക്കാരനല്ല, അവൻ സാക്ഷാൽ തീരൂപമാണ്. മറിയയുടെ കൈക്കുമ്പിളിൽ കിടക്കുന്ന ഉണ്ണിയേശു അല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രായൻ, അവന്റെ മുൻപിൽ നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഗ്ലോറി, 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 ഗ്ലോറി. രക്തത്താൽ ജയം. എന്നാൽ ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മ വ്യാപാരം നിന്റെ ശരീരം അറിയത്തക്ക വിധത്തിൽ ഒന്ന് ഇറങ്ങിയാൽ അതിനെ നിയന്ത്രിക്കാനും ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ടു കൂടിയിരുന്നു.
പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പൊതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് തനിക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ കണ്ണിന്റെ മുൻപിൽ വ്യാപരിക്കുന്ന ആത്മവ്യാപാരത്തിന്റെ തീസ്പർശനം, കൈയുടെ മേൽ വ്യാപരിക്കുന്ന ആത്മവ്യാപാരത്തിന്റെ അഗ്നിസ്പർശനം, ശരീരത്തെ തൊടുന്ന ആത്മവ്യാപാരത്തിന്റെ അഗ്നിസ്പർശനം, ഇരിക്കുന്ന മുറിയെ നിറയ്ക്കുന്ന ആത്മവ്യാപാരത്തിന്റെ അഗ്നിസ്പർശനം ഇന്ന് രാത്രി ചെറുവക്കൽ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവാത്മാവിന്റെ വ്യാപാരം പ്രവഹിപ്പിക്കാൻ കർത്താവ് രാത്രി ഇവിടെയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് മീതെ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ബന്ധനത്തെ ഇന്ന് രാത്രി അഴിക്കാൻ കഴിവുള്ളവന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബ്ദൽ ഘടകന ദിഗജകൾ ഘടക രൗദര ദിഗജകൾ ഘടകന ദിഗൽ ഘടകനാദികന യാരകനക. ആരാധനയിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പടപൊരുതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ആത്മാവിൽ പടപൊരുതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കരം ചില മേഖലകളെ തൊടാൻ തുടങ്ങുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കരം ചില ബന്ധനങ്ങളെ രാത്രി അഴിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയട്ടെ. നാളെ രാത്രിയല്ല ഇത് പ്രാപിക്കാൻ ഒരുങ്ങേണ്ടത്. ഇന്ന് രാത്രി 10 മണി കഴിഞ്ഞല്ല പ്രാപിക്കാൻ ഒരുങ്ങേണ്ടത്. ഈ 9 മണി അടുത്ത സമയം ദാഹിക്കുന്ന ഒരു ഹൃദയം ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ പിൻപിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം. എൻ്റെ മുൻപിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം. ചില വിഷയത്തെ തൊടാൻ കർത്താവിന്റെ കരം ഉയർന്നാൽ, അഴിച്ചു മാറ്റാൻ കർത്താവിന്റെ കരം ഉയർന്നാൽ നാളത്തേക്ക് മാറ്റിവെക്കേണ്ടി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയും മുൻപ് ചില വ്യക്തികളുടെ കടുങ്കെട്ട് വീണ വിഷയങ്ങൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ അത് സംഭവിക്കട്ടെ. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ കണ്ണുകളുടെ മുൻപിൽ ഇന്ന് രാത്രിയിൽ ആ ദിവ്യ ദർശനം വ്യാപരിച്ചാൽ ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം തൊടുന്ന രാത്രിയായിരിക്കും. പ്രാർത്ഥിക്കുവാൻ ഇവിടെ ഇരുന്ന് ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയം കിടക്കുന്ന ഇടത്ത് യേശുവിന്റെ കരം വയ്ക്കും. ഇന്ന് രാത്രി പ്രാർത്ഥന ഇവിടെ നടക്കുന്നതെങ്കിലും നിന്റെ വിഷയം കിടക്കുന്ന ഇടത്തേക്ക് ദൈവത്തിന്റെ കരം വയ്ക്കാൻ തുടങ്ങുന്നു. ഈ രാത്രിയിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളെ ദൈവത്തിന് ആത്മാവ് തൊടാൻ തുടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കർത്തൃദാസൻ തൻ്റെ മകനെ ഗൾഫിലേക്ക് അയച്ചു, വിദേശ രാജ്യത്തേക്ക് അയച്ചു. ആ വിദേശ രാജ്യത്ത് അവൻ പലവരും അധ്വാനിച്ച് ജോലിക്ക് വേണ്ടി ഇല്ല, വഴികൾ മുഴുവൻ അടഞ്ഞു. അന്ന് ഒരു കൺവെൻഷനിൽ, കുമ്പനാട്ട് ജനറൽ കൺവെൻഷനിൽ ആ ദൈവദാസന്റെ മകൻ അപ്പൻ ഇറങ്ങുന്നതിന് മുൻപ് ഫോൺ വിളിച്ചു പറഞ്ഞു, പപ്പാ എനിക്കൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചതിന് ശേഷം അവർ ഗ്രൗണ്ടിലെത്തിയപ്പോൾ സ്തോത്രം, പിതാവേ എൻ്റെ കുഞ്ഞിന് വഴി അടയുകയാണല്ലോ എന്ന് പറഞ്ഞ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും നിറകണ്ണുകളോടെ 8 മണിക്ക് ഒരു കർത്തൃദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ സമയം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. ഒരു ദൈവിക സമാധാനം അനുഭവിപ്പാനിടയായി. അന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ടെലിഫോൺ വന്നു. കഴിഞ്ഞ 2 മണിക്കൂർ മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണേ, 2 മണിക്കൂർ മുൻപ് ഗ്രൗണ്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിന്റെ വഴി ദൈവം തുറന്നു വയ്ക്കുകയായിരുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. നിനക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു പറ, ഈ രാത്രി ചില വിടുതലുകൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് എൻ്റെ കൺമുൻപിൽ നടക്കുന്ന രാത്രിയാണ്. എൻ്റെ ദൈവത്തിന്റെ കരം ചില വിഷയത്തെ ഈ രാത്രി തൊടാൻ തുടങ്ങുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിന്റെ കരം ചില വിഷയത്തെ തൊട്ടിരിക്കും.
ഓ ചിരാതൽ ഘടകരൗദരാധികജകൾ ഘടകനം ധരാധികനയാരകനക. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദൈവമക്കളുടെ നാവുകളിൽ അധികാരത്തിന്റെ ചലനം ഉയരട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദൈവമക്കളുടെ നാവിൽ അധികാരത്തിന്റെ ചലനം ഉയരട്ടെ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ചില കണ്ണുകളുടെ പുറകിൽ ദൈവം ദർശനം വ്യാപരിപ്പിക്കുന്നു. ചില ഭവനങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചില അധികാര കൈമാറ്റങ്ങൾ ഈ രാത്രി ഇവിടെ നടക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. എതിരാളിയെ തറപറ്റിക്കുന്നത് വരെ ഏർപ്പെട്ടിരിക്കുന്ന മല്ലയുദ്ധം പോലെ നിന്റെ ദൈവകൃപയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ ശുശ്രൂഷയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ താലന്തുകളെ തറപറ്റിക്കുന്നത് വരെ നിനക്കെതിരെ മൽപ്പിടുത്തം നടത്തുന്ന ചില ഇരുളിന്റെ വ്യാപാരങ്ങൾക്ക് നേരെ ആത്മവ്യാപാരത്തിന്റെ പോരാട്ടം ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ തേജസ്സിന്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. എത്ര ദൈവമക്കൾ പറയും ഈ രാത്രി അസാധാരണമായ ആത്മപകർച്ചയ്ക്ക് വേണ്ടി എന്റെ ഉള്ളം കൊതിക്കുന്നു എന്ന്. ഇവിടെ പ്രാർത്ഥന ആത്മവ്യാപാരത്തിലായാൽ എന്റെ വിഷയത്തെ എന്റെ ദൈവം അവിടെ തൊടാൻ തുടങ്ങുകയാണ്. ഒരു സംഭവം ഒരു കർത്തൃദാസൻ കുറിച്ചതോർക്കുന്നു. അദ്ദേഹം ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ ഭാഗത്തുള്ള ഒരു മിഷൻ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേള അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്ഥലത്തു നിന്നും വഴിയിറങ്ങി. പക്ഷേ വഴിതെറ്റിപ്പോയി കാട്ടുവർഗക്കാരുടെ ഇടയിൽപ്പെട്ടു. അതും പച്ച മാംസം തിന്നുന്നവരുടെ ഇടയിൽ. കൊതിയോടുകൂടെ ഈ കർത്തൃദാസന്റെ കൈയും കാലും കെട്ടി അവർ കമത്തിക്കിടത്തി. ഒരു കുന്തം മുകളിൽ നിന്ന് നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ സാധുവായ ദൈവദാസൻ കിടന്നുകൊണ്ട് കാണുകയാണ്. കാട്ടാളന്മാർ കുന്തം നെഞ്ചിന് നേരെ പൊക്കി ഉയർത്തുമ്പോൾ ഒരു ശബ്ദം, ഹേയ് ഹേയ് ഹേയ്. തിരിഞ്ഞു നോക്കിയപ്പോ കാട്ടുവർഗക്കാരുടെ പ്രമാണിയ ആംഗ്യം കാട്ടി അയാളെ തൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ചില ആംഗ്യ ഭാഷയിലെ സംസാരം കൊണ്ട് ഈ പ്രമാണിക്ക് ആളിനെ മനസ്സിലായതുകൊണ്ട് ചില അംഗരക്ഷകരുടെ സംരക്ഷണത്തോടെ ഇദ്ദേഹത്തെ മിഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു. മിഷൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ, തന്റെ മുറിയിൽ ചെന്നപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പല കത്തുകൾ മേശപ്പുറത്തുണ്ട്. അതിലൊരു കത്ത് തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എഴുതിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: ഇന്ന സമയം ഇത്രാം തീയതി ഇത്ര മണിക്ക് നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഭാരത്തോടെ രാത്രിയുടെ ഏകാന്തതയിൽ ആരോ എന്നെ തട്ടി ഉണർത്തി. അദ്ദേഹം കലണ്ടറിലേക്ക് നോക്കി. തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ സമയമാണ് അദ്ദേഹത്തെ കമത്തിക്കിടത്തി കാട്ടാളന്മാർ നെഞ്ചിനു നേരെ കുന്തം ഉയർത്തിയത്. ഈ സമയം താൻ അറിയാത്ത ഒരു സ്ഥലത്ത് തന്റെ പ്രാർത്ഥനാ സഹകാരിയെ എഴുന്നേൽപ്പിച്ച് മുട്ടുകുത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈതലേ, 2018 നീ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്ന വിഷയത്തെ ഇന്ന് രാത്രി ആത്മാവിൽ ഉണർത്തി നാളെ നടത്താൻ തുടങ്ങുന്ന സാത്താന്യ കോട്ടകളെ ബന്ധിക്കാൻ നിന്റെ നാവിൽ അധികാരം പകരാൻ ആ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദിവസം എഴുന്നേറ്റാട്ടെ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വായി തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച്. ഇടം വലം നിൽക്കുന്നവർ നോക്കണ്ട, അറിയണ്ട, ശ്രദ്ധിക്കേണ്ട. യേശുവേ എന്ന് വിളിപ്പാൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുക. ഇടം വലം നോക്കാതെ വായി തുറന്ന് ശബ്ദമുയർത്തി എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ. എൻ്റെ നാഥന്റെ കരം ഇന്ന് രാത്രി ചില വിഷയത്തെ തൊടാൻ തുടങ്ങുകയാണ്. ഈ രാത്രി വന്നതുപോലെ നീ മടങ്ങില്ല. നിന്റെ വസ്ത്രത്തെക്കാൾ അടുക്കൽ, നിന്റെ ശ്വാസത്തെക്കാൾ അടുക്കൽ യേശുവിന്റെ സാന്നിധ്യം ഈ രാത്രി അടുത്തു നിൽക്കുകയാണ്. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപ്പന്റെ മുൻപിൽ കുഞ്ഞു നിൽക്കുന്ന ഗൗരവത്തോടെ, ആ സന്തോഷത്തോടെ, ആ സമാധാനത്തോടെ, ആ സ്നേഹത്തോടെ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കാൻ നിന്റെ നാവുകൾ ചലിക്കുന്ന രാത്രിയാകട്ടെ.
ശബ്ദമുയർത്തുമോ, ശബ്ദമുയർത്തുമോ? ഗ്ലോറി. ഇന്ന് രാത്രി ഇവിടെ ആത്മീയ പോരാട്ടം നടക്കുകയാണ്. പർവ്വതത്തിന് മുകളിൽ മോശ കരമുയർത്തി നിൽക്കുമ്പോൾ പാളയത്തിൽ യോശുവായുടെ കരം ശത്രുവിനെ അരിഞ്ഞ് തള്ളത്തക്ക വിധം ബലം വ്യാപരിച്ചതുപോലെ യാബോക്ക് കടവിങ്കൽ യാക്കോബ് നിൽക്കുമ്പോൾ അവൻ മൽപ്പിടുത്തം നടത്തി പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ ചില അവകാശങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നത് പോലെ 21 ദിവസത്തെ പ്രാർത്ഥനയിൽ ദാനിയേൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പാതാള ശക്തികളെ വെട്ടിമാറ്റാൻ ദൈവത്തിന്റെ ദൂതന്മാർ ആകാശമണ്ഡലത്തിൽ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഈ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മുൻപിൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ എൻ്റെ ദൈവത്തിന്റെ കരം തൊടുകയാണ്. ചില മണ്ഡലങ്ങളെ ദൈവാത്മാവിന്റെ കരം തൊടുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. എൻ്റെ പിൻപിൽ നിന്ന് ആരാധിക്കുന്ന കർത്തൃദാസന്മാരോട്, എൻ്റെ മുൻപിൽ നിന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളോട് ദൈവത്തിന് ആത്മാവിന്ന് രാത്രി ആലോചന വിളിച്ചു പറയുന്നു. പർവ്വതത്തിന് മുകളിലെ പോരാട്ടം പാളയത്തിലെ വിജയത്തിൽ പ്രതിഫലിച്ചതുപോലെ ഇന്ന് രാത്രി നീ കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിന്റെ കുടുംബ പാളയത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. നിന്റെ ശുശ്രൂഷ പാളയത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ അത് രാത്രി അവിടെ സംഭവിക്കട്ടെ. ഗ്ലോറി. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി വായി തുറന്ന് യേശുവേ എന്നൊന്ന് പറയാൻ കഴിയുമോ? എന്റെ കൂടപ്പിറപ്പേ, എന്താ ഏറ്റവും വലിയ മനുഷ്യന്റെ ആവശ്യം? അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടും മുൻപ് ഓടിച്ചു പോകുമ്പോൾ പാട്ട പോലെ പൊളിഞ്ഞ് നിന്റെ മൂക്കി പഞ്ഞി വെപ്പിക്കുന്ന ഒരു പാട്ടവണ്ടിയല്ല നിന്റെ ഒന്നാമത്തെ ആവശ്യം. നിയമം മാറിയാൽ ഭണ്ണാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തുവല്ല നിന്റെ ഒന്നാമത്തെ ആവശ്യം. ഇരുത്തി കുലുങ്ങിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമന്റ് കൂനയുമല്ല നിന്റെ ഒന്നാമത്തെ ആവശ്യം. നിത്യതയാണ് നിന്റെ ഒന്നാമത്തെ ആവശ്യം. ഇന്ന് രാത്രി അത് സ്വന്തമാക്കാൻ തരുന്ന ഒരു മാധ്യമമേ ഇവിടെയുള്ളൂ, അത് യേശുവാണ്. ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമെങ്കിൽ, വാ തുറന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ചങ്കിന് നേരെ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. സുഹൃത്തേ, മരണദൂതൻ നിന്റെ മുഖം തലോടും മുൻപ് ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറയിൽ മരണത്തിന്റെ തണുത്ത കരങ്ങൾ നിന്റെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കാൻ അവസരമുണ്ടായാൽ എന്റെ നിത്യത എനിക്ക് ഉറപ്പാണെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? എത്ര പേർക്ക് ഈ രാത്രി തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ പറയാം എന്റെ നിത്യത എനിക്ക് ഉറപ്പാണെന്ന്? ശ്രദ്ധിക്കണേ, ഈ പ്രസംഗത്തിൽ നിങ്ങൾ നിത്യത സ്വന്തമാക്കാൻ ഒരുക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ധന്യരാകുകയില്ല. വണ്ടിയിൽ നിന്ന് ഡ്രൈവർ പുറത്തിറക്കിയാൽ നിയന്ത്രണം മുഴുവൻ അയാൾക്ക് നഷ്ടപ്പെടുമെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് നിന്റെ ആളത്വത്തിന്റെ ഉള്ളിൽ നിന്റെ ആത്മാവാകുന്ന ഡ്രൈവറുണ്ട്. അതോളം കണ്ണ് നിന്റേതാ, നീയല്ല. ചെവി നിന്റേതാ, നീയല്ല. മൂക്ക് നിന്റേതാ, നീയല്ല. നാക്ക് നിന്റേതാ, നീയല്ല. ത്വക്ക് നിന്റേതാ, നീയല്ല. നിന്നിൽ നിന്ന് മാറി ഇതെല്ലാം നിന്റേതാ. എന്നാൽ നിന്റെ ശരീരത്തിൽ നിന്നും നീ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിന്റേതാണെങ്കിലും നീയും നിന്റേതും തമ്മിൽ മാറുന്ന ഒരു ദിവസമുണ്ട്. അന്ന് യേശുവിനെ സ്വന്തമാക്കിയാൽ നിത്യത നിനക്കുറപ്പാകും. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്നാഗ്രഹിക്കുന്നവർ ആ വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് കാൽവറിയിൽ 2 കള്ളന്മാരുടെ മധ്യേ പിടഞ്ഞു മരിക്കുന്ന ദൈവകുമാരനിലേക്ക്, എന്റെ നാഥനിലേക്ക് ഇന്ന് രാത്രി 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് പറഞ്ഞ് ആ കണ്ണുകൾ ഇന്ന് രാത്രി ഉറപ്പിച്ചിട്ട് നിത്യത എനിക്ക് സ്വന്തമാണോ, ഞാൻ കൈവിടപ്പെടുമോ എന്ന് ആത്മാർത്ഥമായി ചോദിക്കാൻ തയ്യാറെടുക്കുന്ന രാത്രിയാകണം. ഈ രാത്രിയിൽ അങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ, യേശു ആരാണെന്ന് കാണാൻ കണ്ണ് തുറക്കുന്നെങ്കിൽ ഈ രാത്രി 2 കൈകളും ഉയർത്തിക്കൊണ്ട് പറ, എൻ്റെ ജീവനെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്. ഇന്ന് മുതൽ മരണം വരെ ഞാൻ അങ്ങയ്ക്കുള്ളവനായിരിക്കും. എൻ്റെ ഹൃദയ സിംഹാസനം ഞാൻ അങ്ങയ്ക്ക് അധീനമാക്കി തരികയാണ്.
എന്നെ സ്വീകരിക്കണമേ എന്ന നിറകണ്ണുകളോടെ ചെറുവക്കൽ ഗ്രൗണ്ടിലല്ല, ഈ മീഡിയയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സമയം ഇരിക്കുന്ന കസേരയിൽ നിന്ന് പറയാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് നിന്റെ വിഷയത്തെ തൊടാൻ യേശുവിന്റെ കരം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇന്ന് രാത്രി ഇറങ്ങി പിടിക്കട്ടെ. മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പുകൾ മുറിഞ്ഞു പോയാലും, ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ ഭേദിക്കപ്പെട്ടു പോയാലും, അപ്പരിൽ നിന്ന് മക്കൾ വഴിതെറ്റിപ്പോയാലും, ഓ യേശുവേ, നിന്റെ കൈകളിൽ തരുന്ന ഒരു കരത്തെ അടർത്തി മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയാത്തതിനാൽ ഈ കരങ്ങളെ നിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ഈ രാത്രി വ്യക്തികൾക്കായ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ശക്തിയോടെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം, എല്ലാവർക്കും ദൈവസന്നിധിക്കാം. അതെ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. എൻ്റെ യേശു മതസ്ഥാപകനല്ല, എൻ്റെ യേശു രാഷ്ട്രസ്ഥാപകനല്ല, എൻ്റെ യേശു തത്വചിന്തകനല്ല. അവൻ കേവലം ത്യാഗിയോ യോഗിയോ അല്ല. അവൻ ആശാരിത്തച്ഛൻ്റെ കേവലം മകനുമല്ല. ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച മഹാദൈവത്തിന്റെ ഏകജാതനെ കാണേണ്ടതുപോലെ കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സകല പ്രശ്നത്തിനും ഏക ഉത്തരം നസറയനായ യേശു. ഈ വചനവുമായി ഇവിടെ എത്തുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ജ്യേഷ്ഠ സഹോദര തുല്യം സ്നേഹിക്കുന്ന പ്രിയ ജോൺസ്റ്റാനുമായി ഈ വേദി പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ എന്നെ കേട്ട ആദരണീയരായ വിലപ്പെട്ട കർത്തൃഭൃത്യന്മാർക്കും സദസ്സിനും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നു. വളരെ ശക്തമേറിയ ദൈവാലയം വെച്ച കർത്താവിൻ്റെ ദാസന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം, നമ്മുടെ ശിരസ്സുകൾ വണക്കി ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയും ദൈവത്തിൻ്റെ വചനം ഇവിടെ വാരി വിതറുകയായിരുന്നല്ലോ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൂതകൾക്ക് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. വരും ദിവസങ്ങളിലെ മീറ്റിംഗ് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ പെന്നാട് സെന്ററിന്റെ ശുശ്രൂഷയുടെ സെൻട്രൽ പാസ്റ്റർ അയക്കുന്ന പാസ്റ്റർ എഫ് രാജൻ അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ മഹായോഗത്തിൻ്റെ 5-ാമത്തെ രാത്രിയിലും ഞങ്ങൾക്കൊത്തൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാനും സ്വർഗീയ അനുഗ്രഹങ്ങൾ ധാരാളമായി പ്രാപിപ്പാനും ദൈവമായ കർത്താവ് കൃപ നൽകിയതിനാൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് ആവശ്യമായ ദൂത് ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടുത്തെ അളവില്ലാത്ത കൃപകൾക്കായി സ്തോത്രം. അവിടുത്തെ ദാസനിലൂടെ ശക്തമായി ഞങ്ങളോട് സംസാരിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് കർത്താവ് ജീവിതത്തിൽ നൽകിയ പ്രത്യേകമായ ഉണർവിനായി, പ്രത്യേകമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങുവാൻ അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. വീശുമുറം കയ്യിലുള്ളവനെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാണുവാൻ അവിടുന്ന് അനുവദിച്ചല്ലോ. അവിടുത്തെ അളവില്ലാത്ത കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്ന് ഇവിടെ നടക്കുന്നതായ എല്ലാ കൂട്ടായ്മകളെയും എല്ലാ യോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചെറുവക്കൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ന്യൂ ലൈഫ് സെമിനാരിക്കായി സ്തോത്രം ചെയ്യുന്നു. വേങ്ങൂ സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ വിലയേറിയ ദാസനെ കർത്താവ് ശക്തിയായി ഇനിയും ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തന്നോടൊപ്പം ചേർന്ന്
വിവിധ മുഖങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും വിശ്വാസികളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ആശീർവാദത്തോടെ അയക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അതിവിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപാപൂർവം കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് അവർ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും തുടർന്ന് നടക്കുന്ന യോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ, സന്തോഷത്തോടെ. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങളും നടന്നതായ ആരാധനയും ശക്തമായ ദൈവവചന പ്രഘോഷണവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും വിടുതലും സമാധാനവും നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ദയവായി കോൺടാക്ട് ചെയ്യുക. മിസ്റ്റർ സാംസി ഡാനിയൽ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി, ചെറുവക്കൽ PO, ആയൂർ, കൊല്ലം, കേരള. ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാറ്റൂർ ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. അഡ്രസ് ഒരിക്കൽ കൂടെ, പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാറ്റൂർ ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. ഫോൺ നമ്പർ 28145